മാമ്പഴം പത്തിന്റെ ഈ അധ്യായത്തിൽ അടുത്തതായി കവിത ചൊല്ലാൻ എത്തുന്നു കൃതിക അനഘ. കൃതിക അനഘ ചേച്ചി, നിങ്ങൾ യുദ്ധം എന്ന വിഷയത്തിലാണ് കവിതകൾ ചൊല്ലാൻ പോകുന്നത്. ഏതൊക്കെ കവിതകളാണ്? ഞാൻ ഭാരതം കിളിപ്പാട്ടിലെ ദ്രോണപർവത്തിലെ ഭീമനും ഭഗദത്തനും തമ്മിലുള്ള യുദ്ധമാണ് ചൊല്ലുന്നത്. എഴുത്തച്ഛന്റെ രാവണവധം. അപ്പോൾ രണ്ടുപേരും പുരാണത്തിലെ കഥകൾ എടുത്തിട്ടാണ് ചൊല്ലുന്നത്. വളരെ നന്നായി, വീറോടുകൂടി, വാശിയോടെ. നമ്മുടെ ഇത് മത്സരമാണെങ്കിലും വളരെ സൗഹൃദപരമായ മത്സരമാണ് മാമ്പഴത്തിൽ എന്നാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത്. നിങ്ങൾക്കിടയിൽ ഒരു യുദ്ധവും ശത്രുതയൊന്നും ഇല്ല, എങ്കിലും യുദ്ധത്തിന്റെ ആ ഒരു പ്രതീതി ഇവിടെ ആവിഷ്കരിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മൂടി പൊടി കൊണ്ടു ദിക്കുമുടനിട കൂടി ശരങ്ങളും എന്തൊരു വിസ്മയം. രാത്രിഞ്ചരന്റെ കൊടിമരം ഖണ്ഡിച്ചു ധാത്രിയിലിട്ടു. ദശരഥപുത്രനും ശൂലം മുസലം ഗദാദികളും മേൽക്കുമേലെ പൊഴിച്ചിതു രാക്ഷസരാജനും. സായകജാലം പൊഴിച്ച് അവയും മുറിച്ച് ആയോധനത്തിനടുത്തിതു രാമനും. അമ്പുധിയോടെതിർക്കിലും അമ്പരം അമ്പരത്തോടെതിർത്തിടിലും രാഘവ രാവണ യുദ്ധത്തിനു സമം. രാഘവ രാവണ യുദ്ധമൊഴിഞ്ഞീല. രാത്രിഞ്ചരന്റെ തലയൊന്നറുത്തുടൻ ധാത്രിയിലിട്ടാൽ അതു നേരം അപ്പോഴേ കൂടെ മുളച്ചു കാണായിതവൻ തല കൂടെ മുറിച്ചു കളഞ്ഞു രണ്ടാമതും. ദുഷ്ടരെ കൊന്ന മാനത്തിനിന്നെന്ത് അതിനിഷ്ഠുരനാ ഇവനെ കൊല്ലുവാൻ മടിയുണ്ടായത്. ഈ ദശകണ്ഠനെ കൊല്ലുവാൻ കണ്ടേലുപായവും കേതുമൊന്നീശ്വരാ എന്നരുളി ചെയ്തു വൈരിഞ്ചമസ്ത്രത്തെ നന്നായെടുത്തു തൊടുത്തിതു രാഘവൻ. രാവണൻ തന്റെ ഹൃദയം പിളർന്നു ഭൂദേവിയും ഭേദിച്ചു വാരിധിയിൽ കുക്കുചോര കഴുകി മുഴുകി തെളിവോട് രാവണൻ തൻ. ശ്രദ്ധിക്കണം, നമുക്കിപ്പോൾ സെമി ഫൈനലാണ്. ഇപ്പം ഇതുവരെ മനോഹരമായി ആലപിച്ചു. ഇതുവരെയുള്ള ആലാപനത്തെ വെച്ചുകൊണ്ടായിരിക്കും മോളുടെ മാർക്ക് ഞങ്ങൾ വിലയിരുത്തുന്നത്, മോളുടെ പെർഫോമൻസ് വിലയിരുത്തുന്നത്. നമുക്ക് കവിതയുടെ ബാലൻസ് എന്ത് ചെയ്യാം, ചൊല്ലാം, നന്നായി വാക്കി ആലപിക്കാം. പക്ഷെ ഇതുവരെ നിർത്തിയിടം വരെയുള്ള കാര്യമായിരിക്കും ഞങ്ങൾ വിലയിരുത്തുന്നത്, കേട്ടോ. ചോര കഴുകി മുഴുകി തെളിവോട് ബാണവും എന്തൊരു വിസ്മയം. അന്നേരം തേരിൽ നിന്നാശു മറിഞ്ഞു വീണിടിനാൽ പാരിൽ മരാമരം വീണ പോലെ തഥാ. പാരിൽ മരാമരം വീണ പോലെ തഥാ. വാടി മുഖം ദുര്യോധന സൈന്യവും ഓടിയതു കണ്ടു വീരൻ ഭഗദത്തൻ. 10 സഹസ്രം ഗജത്തിൻ ബലമുള്ള മത്തഗജത്തിൻ കഴുത്തിൽ കരേറിനാൻ. അത്ര ബലമുള്ള വൃത്രാരിജാഗ്രജൻ 10 പാഞ്ഞെത്തി അടുത്തുടൻ. കുത്തുന്ന കുംഭിയും ഒത്തുന്ന ഭീമനും എത്തിയെതിർത്ത പോരെത്രയോ
താനുംബർഗോൻ തന്നെ നന്ദനൻ അർജുനൻ വാരണവീരൻ തലയറ്റും വില്ലറ്റും വീരൻ ഭഗദത്തൻ തന്റെ തലയറ്റും നാലാമതാനതൻ വാലുമറിഞ്ഞിട്ട് കോലാഹലത്തോടു പോയിതു ബാണവും നാലാമതാനതൻ വാലുമറിഞ്ഞിട്ട് കോലാഹലത്തോടു പോയിതു ബാണവും കോലാഹലത്തോടു പോയിതു ബാണവും. കൃതിക, യുദ്ധത്തിന്റെ പ്രതീതി വേണ്ടുവോളം ഉണ്ടാക്കാൻ നിങ്ങളുടെ രണ്ടുപേരുടെയും ആലാപനങ്ങൾക്ക് സാധിച്ചു എന്ന് നമുക്ക് വിധികർത്താക്കളോട് ചോദിച്ചറിയാം. ലീലാകൃഷ്ണൻ സർ. കൃതിക, അനഘലക്ഷ്മി, സർ. യുഗ്മകവിതാലാപനത്തിന് ഇത്ര സൗന്ദര്യവും ഇത്ര പാരസ്പര്യവും ഉണ്ടാക്കാമെന്ന് ഞാൻ അത്ഭുതത്തോടു കൂടി ഇങ്ങനെ കണ്ടിരിക്കുകയായിരുന്നു. അനഘലക്ഷ്മി ചൊല്ലുമ്പോൾ അത് അംഗചലനങ്ങൾ കൊണ്ട് കൃതിക കാണിച്ചു തരുന്നു. കൃതിക ചൊല്ലുമ്പോൾ അത് മറ്റു രീതിയിൽ അനഘലക്ഷ്മി കാണിച്ചു തരുന്നു. രണ്ടും ഗംഭീരമായ രംഗങ്ങളാണ് അല്ലേ? അധ്യാത്മരാമായണത്തിലെ രാമരാവണ യുദ്ധം രണ്ട് കടലുകൾ ഏറ്റുമുട്ടുന്നത് പോലെ, ആകാശം ആകാശത്തോടെ ഏറ്റുമുട്ടുന്നത് പോലെ അല്ല, അതിലും അപ്പുറമാണ് രാമരാവണ യുദ്ധം. നന്നായിട്ട് ചൊല്ലി അനഘലക്ഷ്മി. ഇടയ്ക്ക് വെച്ച് ഒന്ന് ഇടറിപ്പോയി, ചില വാക്കുകൾ കിട്ടാതെ പോയി. അത് ഈ മത്സരമാകുമ്പോൾ ഒരു ദോഷമാണ്. ബാക്കിയൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തു. കൃതിക അതിമനോഹരമായി, ആ പിഴവും ഇല്ലാതെ രണ്ടുപേരും നന്നായിട്ടാണ് ചെയ്തോളൂ. ഞാൻ ആരെയും മോശമാക്കുന്നില്ല. മത്സരമാകുമ്പോഴുണ്ടാകുന്ന ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. നന്നായിട്ട് കൃതികയും കവിത ചൊല്ലി മനോഹരമായി രണ്ടുപേർക്കും അഭിനന്ദനം. നന്ദി സർ. മുരുകൻ സർ. ഈ പറഞ്ഞതിനപ്പുറം ഒന്നും പറയാനില്ല മോളെ, വളരെ മനോഹരമായിട്ട് ആലപിച്ചു. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് ഒന്ന് യുദ്ധമാണ്, മറ്റൊന്ന് യുഗ്മമാണ്. രണ്ട് പരിധികൾക്കകത്ത് നിന്നുകൊണ്ടാണ് നിങ്ങൾ ആലപിക്കുക എന്ന് പറയുന്ന ധർമ്മം ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും രണ്ട് വ്യത്യസ്തമായ ഭാഗങ്ങളെ ഒരേ സമയം നിങ്ങൾ ആലപിച്ചു. പക്ഷേ അതിലെന്തെങ്കിലും വ്യത്യാസമുള്ളതായിട്ട് ആലാപനത്തിൽ അനുഭവപ്പെട്ടതേ ഇല്ല. ഏതാണ്ട് തുടർച്ചയാണ് എന്ന് തോന്നിപ്പോകും. അനഘ ചൊല്ലിയപ്പോൾ അവിടെ വെച്ച് നിന്നുപോയി. അത് തീർച്ചയായും മത്സരത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പിഴവ് തന്നെയാണ്. അത് ശ്രദ്ധിക്കണം. നമ്മൾ മനഃപ്പാഠം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. മനഃപ്പാഠം ഉണ്ടായിരുന്നു ആയിരിക്കാം, പക്ഷേ എങ്കിലും അതിനെ പൂർത്തീകരിക്കാൻ കഴിയാതെ പോയി. അത് വളരെ ശ്രദ്ധിക്കണം. ആശംസകൾ. നന്ദി സർ. നന്ദി സർ. അനഘലക്ഷ്മി, കൃതിക, എത്ര മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചു എന്നറിയാം. ലീലാകൃഷ്ണൻ സർ. കൃതികയ്ക്ക് 50-ൽ 49 മാർക്കുകൾ. നന്ദി സർ. ആ മാർക്ക് തന്നെ തരേണ്ടതാണ് അനഘലക്ഷ്മിക്കും. എനിക്ക് മാർക്ക് കുറയ്ക്കാൻ പ്രയാസമുണ്ട്, കാരണം നന്നായിട്ടാണ് അനഘലക്ഷ്മി ചൊല്ലിയത്. അതുകൊണ്ട് ഒരു ശിക്ഷയായി 1/2 മാർക്ക് കുറച്ച് 48.5 മാർക്ക് ഞാൻ അനഘലക്ഷ്മിക്ക്. നന്ദി സർ. മുരുകൻ സർ. തീർച്ചയായും അത് തന്നെ മാർക്ക്. ഹൃദയയ്ക്ക് 49ഉം അനഘയ്ക്ക് 48.5. നന്ദി സർ. അനഘലക്ഷ്മിക്ക് 100-ൽ 97ഉം കൃതികയ്ക്ക് 100-ൽ 98 മാർക്കുമാണ് ലഭിച്ചിരിക്കുന്നത്. യുദ്ധം എന്ന വിഷയത്തിലാണെങ്കിലും എല്ലാ ചടുലതയോടും കൂടി ഒത്തൊരുമയോടുകൂടിയാണ് നിങ്ങൾക്ക് കവിത ചൊല്ലി അല്ലേ? എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങൾ. നന്ദി ചേച്ചി.